അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അതിൽ മാനസിക രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, പിരിമുറുക്കങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഒക്കെ പിടിപെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വിഷാദ രോഗങ്ങൾ പിടിപെട്ടാണ് സാധാരണ മരണങ്ങളെക്കാൾ കൂടുതൽ മരണങ്ങളെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നത് ദിനേന 20-ലധികം ആളുകളാണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് ഇന്നിൻ്റെ സമൂഹത്തിൽ ഖുർആനിൻ്റെ പ്രഖ്യാപിതമായ അധ്യാപനം. അറിയണം, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തിയുണ്ടാവുക. എല്ലാതരം വിഷാദ രോഗങ്ങളിൽ നിന്നും മുക്തമായിക്കൊണ്ട് ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനസ്സുകൾക്ക് ശമനം നൽകാൻ അത് ഖുർആനിന് സാധിക്കും എന്നുള്ളതാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം. മാത്രമല്ല, കൃത്യമായി മനസ്സിൻ്റെ എല്ലാവിധ പിരിമുറുക്കങ്ങളും മാറുവാൻ വേണ്ടി ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ട് കൃത്യമായും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രാമാണികമായി തെളിയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഖുർആൻ ഹുദൽ ലിന്നാസ്, അതേപോലെ വറഹ്മ, അതേപോലെ വശിഫാഉൻ ലി മാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്ക് ശിഫയാണ്, ശമനമാണ്. അതോടൊപ്പം തന്നെ അത് കാരുണ്യമാണ്, അതോടൊപ്പം തന്നെ വഴികാട്ടിയുമാണ്. ഈ വേദഗ്രന്ഥം അലാ ബിദിക്രില്ലാ, ശാന്തതയ്ക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സുസ്ഥിതിക്ക് വേണ്ടി സ്വീകരിക്കുവാൻ, കൊണ്ടു നടക്കുവാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.